ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് നല്ല അടിപൊളി കിഡിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കറുത്ത പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. വേഗത്തിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡറാണ് കേട്ടോ, പട്ട പൊടിച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ബൗൾ മൈദ പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ടയൊന്നുമില്ലാതെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടയൊന്നുമില്ലാതെ ബാറ്റർ റെഡിയായി കിട്ടും. അപ്പോൾ ആ കട്ടയൊന്നുമില്ലാതെ ഞാനിവിടെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം കേട്ടോ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാനിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മാവ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഞാനിതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാൻ കേക്ക് പോലെ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വൈകുന്നേരം മക്കൾ സ്കൂളിലോട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അധികം ഓയിലൊന്നും കുടിക്കാത്തൊരു അടിപൊളി പാൻ കേക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഇച്ചിരി വലിയ പാനൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് 4 പാൻ കേക്കൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 5 മിനിറ്റ് സമയം പോലും വേണ്ട കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ എല്ലാം ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര നല്ല ടേസ്റ്റുള്ള റെസിപ്പി ആയിരുന്നു കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്നത് ട്രൈ ചെയ്ത് നോക്കണേ. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.